ഹായ് ആൾ, വെൽക്കം ടു ടെക് പി എസ് സി. നമ്മളിനി നെക്സ്റ്റ് അടുത്തൊരു സെക്ഷനിലോട്ട് കയറുകയാണ്. നമുക്ക് പറയാനുള്ളത് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തെക്കുറിച്ചാണ്. നമ്മളൊരു വാഹനത്തിൽ എഞ്ചിനിൽ ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൽ ഏതെല്ലാം ടൈപ്പ് ഓഫ് ലൂബ്രിക്കേഷൻസ് ഉണ്ടായിരിക്കും, ആ ഓരോ ടൈപ്പ് ഓഫ് ലൂബ്രിക്കേഷൻസിൽ ഉണ്ടായിരിക്കുന്ന കമ്പോണൻസ് അല്ലെങ്കിൽ അതിൻ്റെ പാർട്സ്, അത് നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയലുകൾ ഏതൊക്കെയാണ്, അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, ഒരു ലൂബ്രിക്കേറ്റിംഗ് ഓയിലിൻ്റെ പ്രോപ്പർട്ടീസ്, ആ ലൂബ്രിക്കേറ്റിംഗ് ഓയിലിൽ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്താണ് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് നമുക്ക് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ പറയാം. എല്ലാവർക്കും അറിയാം എന്താണ് ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ എഞ്ചിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ അകത്ത് എഞ്ചിൻ്റെ അകത്ത് നമുക്ക് കൂടുതൽ ഭാഗങ്ങൾ വിയർ ആൻഡ് ടിയർ വന്ന് പോകുന്ന ഭാഗങ്ങളുണ്ട് അല്ലേ. അതായത് റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ഉള്ളതും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ കോണ്ടാക്റ്റ് വരുന്നതായിട്ടുള്ള മെറ്റൽ പാർട്സുകളിലൊക്കെ ഒരു നിശ്ചിത രീതിയിലുള്ള ലൂബ്രിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തായിട്ടുണ്ടാവും, അവിടെ വിയർ ആൻഡ് ടിയർ കൂടുതൽ വരാനും കൂടുതലായിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും നമ്മൾ വിചാരിച്ച മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസ് നഷ്ടപ്പെടാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കാരണമാകുന്നുണ്ട്. സോ ഇതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ വാഹനത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് അല്ലേ. സോ ആ ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൽ ബാക്കി ഇനി എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് നോക്കാം. ലൂബ്രിക്കേഷൻ സർക്യൂട്ട് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺസ് ഇൻ ദ എഞ്ചിൻ. The engine cannot run smoothly for more than a few minutes without lubricating oil. നമ്മളെ എഞ്ചിൻ്റെ ലൂബ്രിക്കേഷൻ സർക്യൂട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലൂബ്രിക്കേറ്റിംഗ് ഏരിയ, അതായത് ലൂബ്രിക്കേഷൻ സർക്യൂട്ട് എന്ന് പറയുന്നത് വാഹനത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എഞ്ചിനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ അതിൽ നമുക്കൊരു ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലൂബ്രിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ എഞ്ചിന് നമുക്ക് കുറച്ച് നിശ്ചിത ഒരു ടൈമിന് അപ്പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ പറ്റില്ല. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വിയർ ആൻഡ് ടിയർ ഉണ്ടായിരിക്കും, അവിടെ മെറ്റീരിയൽ നമ്മുടെ ആ എഫിഷ്യൻസി കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും, അവിടെ ഓവർ ഹീറ്റിംഗ് കാര്യങ്ങൾ ഉണ്ടാകാം. ഈവൻ നമ്മൾ ആ നമ്മളെ പാർട്സുകൾ തമ്മിൽ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ റോട്ടറി ആയിട്ടുള്ള പാർട്സുകളോ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് സ്റ്റെക്കായിട്ട് അവിടെ ജാമായിട്ട് സ്ക്യൂസ് ആയിട്ട് നിൽക്കാനുള്ള സാധ്യതകളൊക്കെ അവിടെ ഉണ്ട്. വെനെവർ ടു മെറ്റാലിക് സർഫസ് മൂവ് ഓവർ ഈച്ച് അതർ under direct contact, dry or solid friction is each other. The dry friction produces a lot of heat and results in wear of metal surface. രണ്ട് മെറ്റാലിക് സർഫസ് തമ്മിൽ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് തമ്മിൽ ഒരു റിലേറ്റീവ് മോഷൻ ഉണ്ടെങ്കിൽ, ഒരെണ്ണം ഒരു മെറ്റാലിക് സർഫസ് ഫിക്സറും ഒരെണ്ണം മൂവ്മെൻ്റ് ആണെങ്കിലും പറയാം. അപ്പോൾ നമുക്ക് ആ രണ്ട് മെറ്റാലിക് സർഫസ് തമ്മിൽ റിലേറ്റീവ് മോഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലേ, ഡയറക്റ്റ് കോൺടാക്റ്റിൽ റിലേറ്റീവ് മോഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഡ്രൈ ഓർ സോൾഡ് ഫ്രിക്ഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻസ് പറയുന്നുണ്ട്, ഹൈഡ്രോഡൈനാമിക് ഫ്രിക്ഷൻസ്, ഡ്രൈ ഓർ സോൾഡ് ഫ്രിക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതവിടെ സംഭവിക്കും. ഒരു ഡ്രൈ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് അവിടെ ഡ്രൈ ആയിട്ടുള്ള ഒരു ഫ്രിക്ഷനാണ് അവിടെ ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ അവിടെ കൂടുതലായിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ആകും. ഈ ഹീറ്റ് പ്രൊഡ്യൂസ് ആയി കഴിഞ്ഞാൽ ഈ മെറ്റൽസിൻ്റെ, അതായത് ഈ കോൺടാക്റ്റിലുള്ള മെറ്റൽസിൻ്റെ തേയ്മാനത്തിനൊക്കെ വളരെയധികം കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഒരു ലൂബ്രിക്കേഷൻ്റെ സർക്യൂട്ട്. നമുക്ക് നോർമലി അറിയാലോ, ഒരു ലൂബ്രിക്കേഷൻ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കൊരു എഞ്ചിൻ്റെ അകത്തുള്ള ഏതൊക്കെയാണോ മൂവ്മെൻ്റ് ഉള്ള ഭാഗങ്ങൾ, ആ മൂവ്മെൻ്റ് ഉള്ള ഭാഗങ്ങളിലൊക്കെ മെറ്റാലിക് പാർട്ടുകളാണ് എന്നുണ്ടെങ്കിൽ അത് തമ്മിൽ സ്മൂത്തായിട്ട് മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യണം, അവിടെ അതിൻ്റെ ആ രണ്ട് പാർട്ടുകൾക്ക് ഇടയിലോട്ട് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ സപ്ലൈ ചെയ്യണം. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു ലൂബ്രിക്കേഷൻ സർക്യൂട്ട് എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഓരോന്ന് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. ദെൻ നെക്സ്റ്റ് എന്ന് പറയാനുള്ളത്, നമുക്ക് പറയാനുള്ളത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ലൂബ്രിക്കേഷൻ ആണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ലൂബ്രിക്കേഷൻ, ഈ ഒബ്ജക്റ്റീവ്സ് ഓഫ് ലൂബ്രിക്കേഷൻ പറയുന്ന സമയത്ത് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്നാമത്തത് പ്രൈമറി ഒബ്ജക്റ്റീവ്സും, രണ്ടാമത്തത് സെക്കൻഡറി ഒബ്ജക്റ്റീവ്സും. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ചോദിക്കാറുണ്ടോ, പ്രൈമറി ഒബ്ജക്റ്റീവ്, സെക്കൻഡറി ഒബ്ജക്റ്റീവ്. ഒരു തവണ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു 4 ഓപ്ഷൻസ് തന്നിട്ട് അത് താഴെ പറയുന്ന പോലെ പ്രൈമറി ഒബ്ജക്റ്റീവ് അല്ലാത്തത് ഏത് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു എക്സാമിന്. സോ അതെന്ന് പറയുന്നത് എന്താണ്, സെക്കൻഡറി ഒബ്ജക്റ്റീവ് അതിൽ കയറി വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്താണ് പ്രൈമറി ഒബ്ജക്റ്റീവ്, എന്താണ് സെക്കൻഡറി ഒബ്ജക്റ്റീവ് എന്ന് പറയല്ലേ. നമുക്ക് ആദ്യം പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താ നോക്കാം. ടു റെഡ്യൂസ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ മൂവിങ് പാർട്സ് ആൻഡ് ടു ഇറ്റ്സ് മിനിമം വാല്യൂ സോ ദാറ്റ് ദ പവർ ലോസ് ഈസ് മിനിമൈസ്ഡ്. എന്താണ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ മൂവിങ് പാർട്സ്, രണ്ട് മൂവ് ചെയ്യുന്ന പാർട്സുകൾക്ക് ഇടയിലുള്ള ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യുക. അതാണ് ഫസ്റ്റത്തെ പ്രൈമറി ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് അല്ലേ. ടു റെഡ്യൂസ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ മൂവിങ് പാർട്സ് ടു ഇറ്റ്സ് മിനിമം വാല്യൂ, അതിൻ്റെ ഏറ്റവും മിനിമം വാല്യൂയിലോട്ട് ആ ഫ്രിക്ഷൻ ഉണ്ടാവില്ല എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കി എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ ഏറ്റവും മിനിമം വാല്യൂയിലോട്ട് എന്ത് ചെയ്യുക, അത് കുറക്കുക. അതോടൊപ്പം തന്നെ ആ പവർ ലോസ് എന്ത് ചെയ്യുക, മാക്സിമം മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.
സോ നെക്സ്റ്റ് അടുത്തെന്ന് പറയുന്നത് ടു റെഡ്യൂസ് വിയർ ഓഫ് മൂവിങ് പാർട്സ് ആസ് ഫാർ ആസ് പോസിബിൾ. എന്താണ് ആ മൂവിങ് പാർട്സുകൾക്കിടയിലുള്ള തേയ്മാനം അല്ലേ, ടു റെഡ്യൂസ് വിയർ ഓഫ് മൂവിങ് പാർട്സ്, തേയ്മാനം കുറക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുന്നത്, ഈ ഒരു പ്രൈമറി ഒബ്ജക്ട്സ് എന്നുള്ള സംഭവം ഇതിൽ പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യുക. രണ്ടാമത്തേന്ന് പറയുന്നത് എന്താണ്, വിയർ റെഡ്യൂസ് ചെയ്യുക അല്ലേ, ഫ്രിക്ഷൻ കുറക്കുക, വിയർ കുറക്കുക, തേയ്മാനം കുറക്കുക. ഇതാണ് ഫസ്റ്റത്തെ പ്രൈമറി ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ സെക്കൻഡറി ഒബ്ജക്ട്സിലോട്ട് പോകാം. ആസ് പാർട്ട് ഓഫ് ദി പ്രൈമറി ഒബ്ജക്ട്സ് ലൂബ്രിക്കേഷൻ ആൾസോ സെർവ്സ് അതർ ഇമ്പോർട്ടൻറ്റ് പർപ്പസ്, ഇറ്റ് ഈസ് കാൾഡ് സെക്കൻഡറി. നമ്മളിപ്പോൾ ഈ ഒരു ലൂബ്രിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളെ മെയിൻ ഉദ്ദേശം എന്താണ്, തേയ്മാനം കുറക്കുക, ഫ്രിക്ഷൻ കുറക്കുക എന്നാണ് അല്ലേ. പക്ഷെ നമ്മളവിടെ ലൂബ്രിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബെനിഫിറ്റ് കൂടി ഉണ്ടാകുന്നുണ്ട്. അതായത് ഇതിനൊരു സെക്കൻഡറി ഒബ്ജക്റ്റ് ആയിട്ട് നമുക്കത് കിട്ടുന്ന നമ്മൾ ആ ലൂബ്രിക്കേഷൻ ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്ന കാര്യങ്ങളായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ അതിൽ സൈഡായിട്ട് നമുക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആകാം. അപ്പോൾ ഇതിനാണ് നമ്മൾ സെക്കൻഡറി ആയിട്ട് കണക്കാക്കിയിട്ടുള്ളത്. 4 കാര്യങ്ങളാണ് സെക്കൻഡറി ഉള്ളത്. ഒന്നാമത്തെ ടു പ്രൊവൈഡ് കൂളിംഗ് എഫക്റ്റ്, രണ്ടാമത്തെ ടു പ്രൊവൈഡ് കുഷൻ എഫക്റ്റ്, മൂന്നാമത്തെ ടു പ്രൊവൈഡ് ക്ലീനിങ് ആക്ഷൻ, നാലാമത്തെ ടു പ്രൊവൈഡ് സീലിംഗ് ആക്ഷൻ. ഈ 4 ഒബ്ജക്ട്സ് ആണ് നമ്മൾ എന്ത് പറയുന്നത് സെക്കൻഡറി ആയിട്ടുള്ളത്. നമുക്ക് ഓരോന്നോരോ നോക്കാം, എന്താ എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ടു പ്രൊവൈഡ് കൂളിംഗ് എഫക്റ്റ്. എന്താണ്, നമ്മുടെ ഒരു വാഹനത്തിന്റെ എഞ്ചിനിലൊക്കെ തന്നെ നമ്മളൊരു കൂളിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. എന്തിനായിരിക്കും, എഞ്ചിന് ഓവർ ഹീറ്റ് ആകാതെ തടയുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എഞ്ചിന്റെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വാഹനത്തിൽ കൂളിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എഞ്ചിൻ കൂടുതലായിട്ട് ഹോട്ടാകുന്ന സമയത്ത് അതിന്റെ പാർട്സിലൂടെ ഈ കൂളിംഗ് വാട്ടർ അല്ലെങ്കിൽ ഈ കൂളന്റ് കടന്നു പോയിട്ട് ആ ഭാഗത്തുള്ള ഹീറ്റിനൊക്കെ വലിച്ചെടുത്തിട്ട് എന്ത് ചെയ്യുന്നു, കൂളന്റ് തിരികെ വരുന്നു. ഇതാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ ഓയിലും തന്നെ ഈ ഒരു പാർട്ടിനുള്ള ഉള്ളിലൊക്കെ ലൂബ്രിക്കേഷന് വേണ്ടി കടന്നു പോകുന്ന സമയത്ത് നമുക്ക് അവിടെ എന്തുണ്ട്, ഒരു കൂളിംഗ് എഫക്റ്റ് കൂടി കിട്ടുന്നതാണ്. ഈ ഓയിൽ തന്നെ ആ ഭാഗത്ത് നിന്ന് ചെറിയ രീതിയിൽ ഹീറ്റിനെ എടുക്കുന്നുണ്ട് അല്ലേ. അതാണ് നമ്മൾ കൂളിംഗ് എഫക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ടേക്സ് ഹീറ്റ് ഫ്രം ദ ഹോട്ട് മൂവിംഗ് പാർട്സ് ഡ്യൂറിംഗ് ഇറ്റ് സർക്കുലേഷൻ ആൻഡ് ഡെലിവേഴ്സ് ഇറ്റ് ടു ദി സറൗണ്ടിംഗ് എയർ ത്രൂ ദി ക്രാങ്ക് കേസ്. എന്താ പറഞ്ഞിട്ടുള്ളത്, ഈ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ തന്നെ ഈ ഹോട്ട് മൂവിങ് പാർട്സിൽ നിന്നുള്ള ചെറിയ രീതിയിലുള്ള ഹീറ്റുകളെ വലിച്ചെടുക്കുകയും അത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഓയിൽ എന്തായാലും സർക്കുലേറ്റ് ചെയ്തുകൊണ്ട് നമ്മളെ ക്രാങ്ക് കേസിലോട്ട് എത്തുമല്ലോ. ക്രാങ്ക് കേസിലോട്ട് എത്തുന്ന സമയത്ത് അതിൻ്റെ അറ്റ്മോസ്ഫിയറിലോട്ടുള്ള എയറിലോട്ട് അല്ലെങ്കിൽ ആ അന്തരീക്ഷത്തിലോട്ട് അല്ലെങ്കിൽ ക്രാങ്ക് കേസിലൂടെ അല്ലെങ്കിൽ ഓയിൽ സമ്പിലൂടെ ഇതെന്ത് ചെയ്യുന്നുണ്ട്, പുറത്തോട്ട് ഡെലിവർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ ചെറിയ രീതിയിൽ ഒരു കൂളിങ്ങും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഫസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെന്ന് പറയുന്നത് ടു പ്രൊവൈഡ് കുഷനിങ് എഫക്റ്റ്. എന്താണ് കുഷനിങ് എഫക്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ രണ്ട് മെറ്റൽ ജോയിൻസിന്റെ ഇടയിലാണ് ഈ ഓയിൽ വരുന്നത്. അപ്പോൾ ഓയിൽ അതിൻ്റെ ഉള്ളിൽ ഒരു നേർത്ത പാളി പോലെ നിൽക്കുന്നത് കാരണം അവിടെ നമുക്കൊരു കുഷനിങ് എഫക്റ്റ് ഉണ്ടാവും ആണല്ലോ. The lubricating oil serves also a good cushion against the shock present in the engine. For example, instant combustion of the fuel in the combustion chamber produces a sudden pressure rise in the cylinder and the shock goes to the bearings through the gudgeon pin and the connecting rod. This shock is absorbed by the layer of oil present in the main bearings. എന്താണ് പറഞ്ഞിട്ടുള്ളത്, അത് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഒരു കുഷനിങ് കൂടി ചെയ്യുന്നുണ്ട്. എങ്ങനെ കുഷനിങ് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കമ്പസ്റ്റൻ നടക്കുന്ന സമയത്ത് ഒരു കമ്പസ്റ്റൻ ചേമ്പറിൽ ഒരു കമ്പസ്റ്റൻ നടക്കുന്ന സമയത്ത് അവിടെ വലിയ രീതിയിലൊരു പ്രഷർ റൈസ് ഉണ്ടാകുന്നുണ്ട് അല്ലേ. സിലിണ്ടറിനുള്ളിൽ ഈ പ്രഷർ റൈസ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ നിന്നുണ്ടാവുന്ന ആ ഷോക്കിനെ പിസ്റ്റൺ പിന്നിലൂടെ കണക്റ്റിംഗ് റോഡിലൂടെ ഇതെന്ത് ചെയ്യുന്നുണ്ട്, പാസ് ചെയ്യുന്നുണ്ട്. ഇത് എല്ലാതാക്കുന്ന ആരാണ്, നമ്മൾ ഈ മെയിൻ ബിയറിങ്സിന്റെ ഇടയിലുള്ള ഓയിലിന്റെ ലൂബ്രിക്കേറ്റിംഗ് ഓയിലിന്റെ ഒരു സീലിംഗ് കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ. ഈ ലൂബ്രിക്കേറ്റിംഗ് ഓയിലാണ് അതെന്ത് ചെയ്യുന്നത്, ഒരു കുഷനിങ് എഫക്റ്റ് കൊടുത്തിട്ട് ആ വലിയ ഷോക്കിനെ ഇല്ലാതാക്കുന്നത്. സോ അതാണ് ടു പ്രൊവൈഡ് കുഷനിങ് എഫക്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് അടുത്തതെന്ന് പറയുന്നത് ടു പ്രൊവൈഡ് ക്ലീനിങ് ആക്ഷൻ. എന്തായിരിക്കും ക്ലീനിങ് ആക്ഷന്, ഈ ഒരു ഓയിൽ പല പാർട്ടികളിലൂടെയും കടന്നു പോകുന്നുണ്ട് അല്ലേ. ആ കടന്നു പോകുന്ന സമയത്ത് അവിടെയുള്ള ക്ലീൻ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കാർബൺ ഡെപ്പോസിറ്റോ കാര്യങ്ങളൊക്കെ അടിഞ്ഞു കിടക്കുന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതൊക്കെ വലിച്ചെടുത്തിട്ട് പോരും അതിൻ്റെ കൂടെ തന്നെ. അപ്പാർട്ട് ഫ്രം ദി ഒബ്ജക്ട്സ് ടു ബി അച്ചീവ്ഡ് ബൈ ലൂബ്രിക്കേഷൻ ആസ് ഡിസ്ക്രൈബ്ഡ് അബോവ്, ദി ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ സെർവ്സ് അനദർ യൂസ്ഫുൾ പർപ്പസ് ഈസ് പ്രൊവൈഡിംഗ് എ ക്ലീനിങ് ആക്ഷൻ. During its circulation, it dissolves many impurities like carbon particles. The oil may be purified by filtration. നമുക്കറിയാം, നമ്മളൊരു ഓയിൽ ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഉപയോഗിക്കുമ്പോൾ ഒരു നിശ്ചിത സമയം കഴിയുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 1 year അല്ലെങ്കിൽ ഒരു 10,000 kilometer അല്ലേ, ആ ഒരു നിശ്ചിത അത് ഓരോ വാഹനങ്ങൾക്കും ഓരോ മാനുഫാക്ചർക്ക് അനുസരിച്ച് മാറ്റണ്ടേ.
അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് ചേഞ്ച് ആക്കുന്നുണ്ട്, ഓയിൽ ചേഞ്ച് ആക്കുന്നുണ്ട്. ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അവസ്ഥകൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. കാരണം ഓയിൽ എന്തായിരിക്കും, അതിൽ കാർബൺ ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ മിക്സായി ഓയിൽ എന്തായാലും കണ്ടാമിനേറ്റഡ് വിത്ത് അതർ പാർട്ടിക്കിൾസ് അല്ലേ. കുറേ അധികം ചില സമയങ്ങളിൽ കറുത്ത ഓയിൽ നമുക്ക് കാണാൻ പറ്റും, ചില സമയങ്ങളിൽ തരിതരിയായിട്ടുള്ള ഓയിലുകൾ ഉണ്ടാവും, അതിൻ്റെ അടിയിൽ അടിഞ്ഞ് കിടക്കുന്നുണ്ടാവും, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അതെന്താണ്, നമ്മൾ ഈ ഒരു പാർട്ടിലൂടെ ഒക്കെ കടന്നു പോകുന്ന സമയത്ത് അവിടെ കമ്പസ്റ്റിന് കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ കമ്പസ്റ്റിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം, അതേപോലെ വാൾവിൻ്റെ ഏരിയകളിലൂടെ ഇതിലൊക്കെ പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ ഒരു കാർബൺ ഡെപ്പോസിറ്റും കമ്പസ്റ്റ് നടന്നതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഓയിൽ എന്ത് ചെയ്യുന്നുണ്ട്, വലിച്ചെടുത്ത് പോരുന്നുണ്ട് അല്ലേ. ഓയിലിലൂടെ മിക്സ് ആവുന്നുണ്ട്, ശരിക്കും വലിച്ചെടുത്ത് പോരുക പറഞ്ഞാൽ ഓയിൽ മിക്സ് ആവുന്നുണ്ട്. ഈ മിക്സ് ആയി കഴിഞ്ഞാൽ ഓയിൽ വീണ്ടും എവിടെയാണ് എത്തുന്നത്, ഓയിൽ സമ്പിലെത്തുന്നു. ദെൻ വീണ്ടും ഈ ഓയിൽ സമ്പിൽ നിന്ന് ഓയിൽ തിരിച്ചു പോകുന്ന സമയത്തേക്ക് ഒരു ഫിൽട്രേഷൻ മുഖേന നമ്മൾ ഓയിൽ ഫിൽട്ടർ എന്ന് പറയുന്ന സാധനം ഓയിൽ ഫിൽട്രേഷൻ ചെയ്തിട്ട് അതെന്തെന്ന് പ്യൂരിഫൈ ചെയ്ത് വിടുന്നുണ്ട്. അതാണ് ഒരു ക്ലീനിങ് ആക്ഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ നമ്മൾ പറയുന്നത് ഒരു ക്ലീനിങ് ആക്ഷൻ എന്ന് പറയുന്നത്. നാലാമത്തെ പറയുന്നത് ടു പ്രൊവൈഡ് എ സീലിംഗ് ആക്ഷൻ, ഒരു സീലിംഗ് ആക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. Lubricating oil also helps a piston rings to maintain an effective seal against the high pressure gases in the cylinder from leaking out towards the crankcase side. എന്താണ്, നമ്മളെ എഞ്ചിൻ്റെ സിലിണ്ടർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എഞ്ചിൻ്റെ സിലിണ്ടർ അറിയാം, അതിൻ്റെ അകത്തുള്ള പിസ്റ്റൻ അറിയാം അല്ലേ. നമുക്കവിടെ പിസ്റ്റൻ ഉണ്ടായിരിക്കും. ഈ പിസ്റ്റൻ്റെ അവിടെ പിസ്റ്റൻ റിങ്സ് കൊടുത്തിട്ടുണ്ട്. ഈ റിങ്സിൻ്റെ അടിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഓയിൽ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. സോ ഇതിൻ്റെ കമ്പസ്റ്റൻ ചേമ്പറിൻ്റെ മുകളിൽ നിന്ന് കമ്പസ്റ്റൻ നടക്കുന്ന സമയത്ത് കമ്പസ്റ്റൻ ചേമ്പറിന് താഴത്തോട്ട് ഗ്യാസ് ഈ ഗ്യാപ്പിലൂടെ ലീക്ക് ആകാനുള്ള സാധ്യത ഉണ്ട്. നമ്മൾ ഇതിനെ ബ്ലോ ബൈ ഗ്യാസ് എന്നാണ് നോർമലി പറയല്. ബ്ലോ ബൈ എന്ന് പറയില്ല, സിലിണ്ടർ ബ്ലോ ബൈ അല്ലെങ്കിൽ ക്രാങ്ക് കേസ് ബ്ലോ ബൈ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു ബ്ലോ ബൈ ഗ്യാസ് ഇതിൻ്റെ താഴത്തോട്ട് ലീക്കാവും. ഈ ലീക്ക് ആവുന്ന തടയുന്നതിന് വേണ്ടിയിട്ട് ഈ ചെറിയ ഗ്യാപ്പിലൂടെയൊക്കെ ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു സീലിംഗ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു സീലിംഗ് ആക്ഷനും കൂടി നമുക്ക് അവിടെ സെക്കൻഡറി ആയിട്ട് കിട്ടുന്നുണ്ട്. അതാണ് പറയുന്നത് കേട്ടോ. ഹൈ പ്രഷർ ഗ്യാസസ് ഇൻ ദ സിലിണ്ടർ ഫ്രം ലീക്കിംഗ് ഔട്ട് ടുവാർഡ്സ് ടു ദി ക്രാങ്ക് കേസിലോട്ട് അത് എത്തുന്നത് തടയാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സീലിംഗ് ആക്ഷൻ കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് എന്ത് വരുന്നത്, പ്രൈമറി ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു വരുന്നത് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാനും വിയർ റെഡ്യൂസ് ചെയ്യാനും. സെക്കൻഡറി ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് നമുക്കൊരു കൂളിംഗ് കിട്ടുന്നുണ്ട്, കുഷനിങ് കിട്ടുന്നുണ്ട്, ക്ലീനിങ് കിട്ടുന്നുണ്ട്, സീലിംഗ് കിട്ടുന്നുണ്ട്. ഈ 4 കാര്യങ്ങൾ. അപ്പോൾ ഏകദേശം ഈ ഒരു പോയിന്റ്സ് മാത്രമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. കൺസെപ്റ്റ് നിങ്ങൾക്ക് ആ വേർഡ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും. ആ ഒരു പോയിന്റ്സ് മാത്രമായിട്ട് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് ലൂബ്രിക്കേഷൻ നോർമലി എന്താ വെച്ചാൽ ലൂബ്രിക്കേഷൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ എന്താ പറയല്, ലൂബ്രിക്കേഷൻ്റെ പർപ്പസ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ലൂബ്രിക്കേറ്റ് ചെയ്യുക, വിയർ ആൻഡ് ടിയർ കുറക്കുക, അല്ലെങ്കിൽ ഫ്രിക്ഷൻ കുറക്കുക എന്നാണ്. പക്ഷെ നമ്മൾ ഇതിലപ്പം തന്നെ ഒരു ക്ലീനിങ്ങും അല്ലെങ്കിൽ ഒരു കൂളിംഗ് കൂടി നടക്കുന്നുണ്ട് എന്നുള്ളതും കൂടി അതിൻ്റെ കൂടെ തന്നെ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. സോ ദെൻ നെക്സ്റ്റ് അടുത്ത ഭാഗം എന്ന് പറയുന്നത് നമുക്ക് റിക്വയർമെന്റ്സ് ഓഫ് എ ലൂബ്രിക്കൻസ്. നമ്മൾ ഉപയോഗിക്കുന്ന ലൂബ്രിക്കൻറ്റുകളായിട്ട് ഉപയോഗിക്കുന്ന ലൂബ്രിക്കേറ്റിംഗ് ഓയിൽസ് അല്ലെങ്കിൽ ലൂബ്രിക്കൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതിനുള്ള റിക്വയർമെന്റ്സ്, എന്തെല്ലാം റിക്വയർമെന്റ്സ് ആണ് അതിന് വേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. കുറേ അധികം റിക്വയർമെന്റ്സ് ഉണ്ട്. നമുക്ക് ഓരോരോ പോയിന്റ് ആക്കിയിട്ട് പറയാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വിസ്കോസിറ്റി. ഈ ഒരു ഓയിലിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഓയിലിന്റെ പ്രോപ്പർട്ടി പറയുകയാണെങ്കിലും റിക്വയർമെന്റ് പറയുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഫസ്റ്റ് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, വിസ്കോസിറ്റി ആയിരിക്കും അല്ലേ. എന്താണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്? വിസ്കോസിറ്റി റെഫേഴ്സ് ടു റെസിസ്റ്റൻസ് ടു ദി ഓയിൽ ടു ഫ്ലോ അല്ലേ. അതായത് ഒരു ഫ്ലോ ചെയ്യാനുള്ള ഒരു ഓയിലിന്റെ അല്ലെങ്കിൽ ഫ്ലോ ചെയ്യാനുള്ള ഒരു ലിക്വിഡിന്റെ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഒഴുകാനുള്ള പ്രവണതയെ തടുത്ത് നിർത്തുന്ന ഒരു ബലം അല്ലെ, അതിനെ എതിർക്കുന്ന ഒരു ബലം അല്ലെ. ഒഴുകാനുള്ള ഒരു പ്രവണതയെ അതിനെ എതിർക്കുന്ന ഒരു ബലത്തിനാണ് നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഡിഫറെന്റ് ലിക്വിഡ്സിന് ഡിഫറെന്റ് വിസ്കോസിറ്റി ആയിരിക്കും. ഒരു വാട്ടർ അല്ലെങ്കിൽ ഒരു കെറോസിന്, ഒരു ഓയിൽ അല്ലെങ്കിൽ ഒരു ഹണി, ഇങ്ങനെ 4 കാര്യങ്ങൾ നമ്മൾ 4 ലിക്വിഡ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 4 മെറ്റീരിയൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 4നും എന്താണ് ഡിഫറെന്റ് വിസ്കോസിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുക. ആൻഡ് വിസ്കോസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ടെമ്പറേച്ചറിനനുസരിച്ച് ചേഞ്ച് ആവുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു വിസ്കോസിറ്റിയിൽ പഠിക്കാൻ കേട്ടോ. അപ്പോൾ വിസ്കോസിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിസ്കോസിറ്റി റെഫേഴ്സ് ടു റെസിസ്റ്റൻസ് ടു ദി ഫ്ലോ അല്ലെ. റെസിസ്റ്റൻസ് ടു ദി ഫ്ലോ ആണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. വിസ്കോസിറ്റി ഷുഡ് ബി ഹൈ ഇനഫ് ടു മെയിൻറ്റെയിൻ ലൂബ്രിക്കേഷൻ ബട്ട് നോട്ട് ടു ഹൈ ടു കോസ് ഓഫ് എക്സസീവ് പവർ ലോസ്. വിസ്കോസിറ്റി എന്തായിരിക്കണം, ഹൈ ആയിരിക്കണം. എന്തിനാണ്, ലൂബ്രിക്കേഷൻ പ്രോപ്പറായിട്ടുള്ള ലൂബ്രിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിസ്കോസിറ്റി ഹൈ ആയിരിക്കണം. പക്ഷെ കൂടുതൽ ഹൈ ആകാൻ പാടില്ല. കാരണം കൂടുതൽ ഹൈ ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എക്സസീവ് ആയിട്ടുള്ള പവർ ലോസും സംഭവിക്കും അല്ലേ. അതാണ് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്. ദെൻ ഡ്യൂറിങ് എഞ്ചിൻ സ്റ്റാർട്ടപ്പ് ദ വിസ്കോസിറ്റി ഷുഡ് ബി ലോ enough to allow smooth operation, while at running temperatures it must not drop too much, ensuring sufficient lubrication. നമ്മളൊരു എഞ്ചിന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാലോ അത്ര വലിയൊരു ടെമ്പറേച്ചറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പം അങ്ങനെയുള്ള സമയത്ത് എന്ന് പറഞ്ഞാൽ വിസ്കോസിറ്റി എന്തായിരിക്കണം, വിസ്കോസിറ്റി മേ ബി ലോ ആയിരിക്കാം അല്ലേ. മറ്റേ എന്തിനാണ് നമുക്ക് ആ എഞ്ചിനെ സ്മൂത്ത് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്തിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട്, സ്മൂത്ത് ആയിട്ടുള്ള ഈ റെസിപ്രോക്കേറ്റിംഗ് മോഷനും കാര്യങ്ങളും അങ്ങനെ മൂവ്മെൻ്റ് ഒക്കെ കിട്ടുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സ്മൂത്ത് ആയിരിക്കണം.
വൈൽ റണ്ണിങ് ഇൻ ടെമ്പറേച്ചർ, നമുക്കൊരു വാഹനം ഓടിക്കഴിഞ്ഞ് കുറച്ച് ഹീറ്റ് ആയുള്ള ഒരു കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ലോ കേസിൽ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് താഴോട്ട് ഡ്രോപ്പ് ആകാനും പാടില്ല. കൂടുതലായിട്ട് താഴോട്ട് ഡ്രോപ്പ് ആയി കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും, സഫീഷ്യൻ്റ് ആയിട്ടില്ല നമുക്കെല്ലാം ലൂബ്രിക്കേഷൻ നടക്കാതെ പോകും, പറ്റ താഴോട്ട് പോയി കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ നല്ല താഴോട്ട് പോയിട്ട് ലൂബ്രിക്കേഷൻ നടക്കാത്തൊരവസ്ഥയും ഉണ്ടാകരുത്, നല്ല കൂടുതലായിട്ട് വന്നിട്ടുള്ള ഒരു അവസ്ഥയും എക്സസീവ് പവർ ലോസും ഉണ്ടാകരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ വിസ്കോസിറ്റി എന്തായിരിക്കണം, പ്രോപ്പർ ആയിരിക്കണം എന്ന് പറയുന്നത് അല്ലേ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഐഡിയലി ഓയിൽ വിസ്കോസിറ്റി ഷുഡ് റിമെയിൻ സ്റ്റേബിൾ അക്രോസ് വേരിയസ് ടെമ്പറേച്ചേഴ്സ് വിത്ത് ദ വിസ്കോസിറ്റി ഇൻഡെക്സ് ഇൻഡിക്കേറ്റിംഗ് ഹൗ മച്ച് വിസ്കോസിറ്റി ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചർ. അപ്പോൾ നമുക്കിതിൽ അടുത്ത പഠിക്കേണ്ട ഒരു സാധനമാണ് വിസ്കോസിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. എന്താണ് വിസ്കോസിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്? എന്താ വിസ്കോസിറ്റി ഇൻഡെക്സ്? നമുക്ക് ഈ ഒരു ടെമ്പറേച്ചറിനനുസരിച്ച്, ടെമ്പറേച്ചറിന്റെ വ്യത്യാസങ്ങൾക്കനുസരിച്ച്, ടെമ്പറേച്ചറിനനുസരിച്ചാണ് ടെമ്പറേച്ചർ ഡിഫറൻസ്, ടെമ്പറേച്ചർ കൂടുകയും കുറയുകയും ചെയ്യുന്നതനുസരിച്ച് ഓയിലിന്റെ വിസ്കോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവും. ആ വിസ്കോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാകുന്നതിന് ആ ഒരു പോയിന്റിനെ അല്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ന് പറയുന്നത്, ആ ഒരു റേഷ്യോ ഉണ്ടാവുമായിരിക്കുമല്ലോ, അതിൻ്റെ ഒരു അളവ് ഉണ്ടായിരിക്കുമല്ലോ, റേഞ്ച്, അതിന് പറയുന്ന പേരാണ് വിസ്കോസിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. വിസ്കോസിറ്റി ഇൻഡെക്സ് ഇൻഡിക്കേറ്റിംഗ് ഹൗ മച്ച് വിസ്കോസിറ്റി ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചർ. ഒരു ടെമ്പറേച്ചർ ചേഞ്ച് ആകുന്നതിനനുസരിച്ച് എത്രത്തോളം വിസ്കോസിറ്റി ചേഞ്ച് ആകുന്നുണ്ട് എന്നുള്ളതിനാണ് പറയുന്നത് കേട്ടോ. ഓയിൽ വിത്ത് ഹയർ വിസ്കോസിറ്റി ഇൻഡെക്സ് ഷോ ലോ വിസ്കോസിറ്റി ചേഞ്ച്. കുറഞ്ഞ വിസ്കോസിറ്റി ചേഞ്ച് ഇല്ലതിനായിരിക്കും ഹയർ വിസ്കോസിറ്റി ഇൻഡെക്സ് ഉണ്ടാക്കുക. അതായത് നല്ല ഹൈ വിസ്കോസിറ്റി ഇൻഡെക്സ് ഉള്ള ഒരു ഓയിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഹൈ വിസ്കോസിറ്റി ഓയിലുള്ള ഒരു ഓയിലാന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? അത് ടെമ്പറേച്ചർ മാറുന്ന സമയത്ത്, അതായത് ഇപ്പോൾ ടെമ്പറേച്ചർ വലിയ ഡിഫറൻസിൽ, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്, ഒരു 80 മുതൽ 100 വരെ ടെമ്പറേച്ചർ ആവുന്ന സമയത്ത്, ടെമ്പറേച്ചർ മാറുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഒരു വിസ്കോസിറ്റിയുടെ വാല്യൂൻ്റെ ചേഞ്ച് ഉണ്ടാവുമല്ലോ, വിസ്കോസിറ്റിൻ്റെ ഗ്രേഡ് ഉണ്ടാവുമല്ലോ. വിസ്കോസിൻ്റെ ഗ്രേഡ് ഇപ്പോൾ ഒരു 30 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ 30 to 40 ഈ ചേഞ്ച് എന്തായിരിക്കണം? വളരെ കുറവുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈ വിസ്കോസിറ്റി ഇൻഡെക്സ് ഉള്ള ഓയിൽ എന്ന് പറയുന്നത്. ചേഞ്ച് കുറവാണെങ്കിൽ അതിനെ ഹൈ വിസ്കോസിറ്റി എന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. സോ അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. സോ വിസ്കോസിറ്റി എന്താന്ന് പറയുന്നതിൻ്റെ കൂടെ തന്നെ വിസ്കോസിറ്റി ഇൻഡെക്സ് എന്താണെന്ന് മനസ്സിലാക്കിയ. വിസ്കോസിറ്റി ഇൻഡെക്സ് ഈസ് ദ ഹൗ മച്ച് വാല്യൂ ഓഫ് ഹൗ മച്ച് വിസ്കോസിറ്റി ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു ദി ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ചേഞ്ച് ആവുന്നതിനനുസരിച്ചുള്ള വിസ്കോസിൻ്റെ ചേഞ്ചിനെയാണ് എന്ത് പറയുന്നത്? വിസ്കോസിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് രണ്ടാമത്തെ റിക്വയർമെന്റ് ആണ് ഫിസിക്കൽ സ്റ്റെബിലിറ്റി. ഫസ്റ്റ് നമ്മൾ വിസ്കോസിറ്റി പറഞ്ഞു, രണ്ടാമത്തെ ഫിസിക്കൽ സ്റ്റെബിലിറ്റി. ലൂബ്രിക്കന്റ് മസ്റ്റ് മെയിൻറ്റെയിൻ ഫിസിക്കൽ സ്റ്റെബിലിറ്റി അണ്ടർ ബോത്ത് ഹൈ ആൻഡ് ലോ ടെമ്പറേച്ചേഴ്സ്. ഹൈ ടെമ്പറേച്ചറിലും ലോ ടെമ്പറേച്ചറിലും ലൂബ്രിക്കൻസ് എന്ത് ചെയ്യണം? അതിന്റെ ഫിസിക്കൽ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ദേ ഷുഡ് നോട്ട് ഫോം സോളിഡ് അറ്റ് ലോ ടെമ്പറേച്ചർ ഓർ വേപ്പറൈസ് എക്സസീവ്ലി അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഈ ഒരു ഓയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ലോ ടെമ്പറേച്ചറിലോട്ട് വരുന്ന സമയത്ത് കട്ടിയാകുന്നതും ഹൈ ടെമ്പറേച്ചറിലോട്ട് വരുന്ന സമയത്ത് അതെന്ത് വേപ്പറൈസ് ചെയ്ത് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് എന്നാണ്. ഇപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ, നമുക്കൊരു ഉദാഹരണമായിട്ട് പറയാം. നമുക്കൊരു വെളിച്ചെണ്ണ എടുക്കാം. വെളിച്ചെണ്ണ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ, കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നത്. ഇതൊരു രാവിലെകളിൽ ഒരു തണുപ്പ് കാലങ്ങളിൽ നിങ്ങൾ അടുക്കളയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ചെല്ലുമ്പോൾ കാണാൻ പറ്റും എന്തായിട്ടുണ്ടാവും? ഈ വെളിച്ചെണ്ണ എന്തായിട്ടുണ്ടാവും? കട്ടിയായിട്ടുണ്ടായിരിക്കും. അതായത് ടെമ്പറേച്ചർ കുറയുന്നതനുസരിച്ച് അത് സോളിഡായിട്ട് മാറുന്നത്, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ വെളിച്ചെണ്ണ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ഓയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈ ടെമ്പറേച്ചർ വരുന്ന സമയത്ത് അത് വേപ്പറൈസ് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥ വരുന്നത്. അതായത് നല്ലോണം ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ അത് വേപ്പറായി പോകുന്ന ഒരു അവസ്ഥയായത്. അപ്പോൾ ഇതിന് ഈ ഒരു ലൂബ്രിക്കേറ്റിംഗ് ഓയിലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഓയിലിന് എപ്പോഴും എന്തായിരിക്കണം? ഒരു ഫിസിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം. ലോ ടെമ്പറേച്ചറിലും ഹൈ ടെമ്പറേച്ചറിലും അത് ആ ഫിസിക്കൽ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് അതേപോലെ തന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ കെമിക്കൽ സ്റ്റെബിലിറ്റി. എന്താണ് കെമിക്കൽ സ്റ്റെബിലിറ്റി? ഫിസിക്കലി സ്റ്റേബിൾ ആയിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് കെമിക്കലി സ്റ്റേബിൾ ആയിരിക്കണം. എന്താണ് കെമിക്കലി സ്റ്റേബിലിറ്റി? അറ്റ് ഹയർ ടെമ്പറേച്ചർ ഓയിൽ ഷുഡ് റെസിസ്റ്റ് കെമിക്കൽ ബ്രേക്ക് ഡൗൺ. They should not form oxides which can clog lanes and affect engine components like piston rings and valves. Oil should also resist carbon formation which can impair engine efficiency and cause issues like reduced compression and spark plug failure. കെമിക്കലി സ്റ്റേബിൾ ആയിരിക്കണം. അതായത് ഓയിലിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ലൂബ്രിക്കേറ്റിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പാടില്ല? കെമിക്കൽ ബ്രേക്ക് ഡൗൺ, അതിൻ്റെ കെമിക്കലി അതിന് ബ്രേക്ക് ഡൗണോ കാര്യങ്ങളോ ഉണ്ടാക്കാൻ പാടില്ല. അത് വേറൊരു ഫോമിലോട്ട് മാറാനൊന്നും പാടില്ല. അത് ഒരു ഓക്സൈഡ് ഫോമിലോട്ട് മാറാൻ പാടില്ല. അല്ലെങ്കിൽ അവിടെ ഉള്ള ഏതെങ്കിലും മെറ്റീരിയൽസുമായി കൂടി കലർന്ന സമയത്ത് ഓക്സൈഡ്സ് ഫോം ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അവിടെ മറ്റൊരു പദാർത്ഥം ഉണ്ടാവുകയും അത് നമ്മളെ ലൂബ്രിക്കേറ്റിംഗ് ലൈൻസ് ഉണ്ടായിരിക്കും. ലൂബ്രിക്കേഷൻ്റെ നമ്മളുടെ സമ്പിൽ നിന്ന്
നമുക്ക് എവിടെയാണോ ലൂബ്രിക്കേറ്റ് ചെയ്യേണ്ടത് അവിടെ വരെ പോകുന്ന ലൈനുകൾ ഉണ്ടാവും. ആ ലൈനുകളിൽ ക്ലോഗ് ആകാൻ, അവിടെ പറ്റി പിടിച്ച് നിൽക്കാനും അത് അടയാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമ്മളെ എഞ്ചിന് മൊത്തത്തിൽ അത് ഡാമേജിന് സാധ്യമാകും. കാരണം കറക്റ്റായിട്ട് ലൂബ്രിക്കേഷൻ നടക്കൂല, പ്രഷർ കൂടും, അങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് കാര്യങ്ങൾ അവിടെ വരും. അപ്പോൾ പിസ്റ്റൺ റിങ്സ്, വാൾസിലൊക്കെ, കമ്പോണൻസിനൊക്കെ അതിന് പിസ്റ്റൻ്റെ എഞ്ചിൻ്റെ ലൂബ്രിക്കേറ്റ് ചെയ്യുന്ന എല്ലാ ഭാഗങ്ങൾക്കും അത് എന്തായിട്ട് മാറും, അത് തേയ്മാനം കൂടുതലായിട്ട് വരാനും ഫ്രിക്ഷൻ കൂടാനും അവിടെ നമ്മളുടെ എഫിഷ്യൻസി നഷ്ടപ്പെടാനൊക്കെ സാധ്യതയാകും. പക്ഷേ എഫിഷ്യൻസി നഷ്ടപ്പെടുക എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മൾ കരുതിയ പോലെ നമുക്ക് ലൂബ്രിക്കേഷൻ കിട്ടൂല എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ അതാണ് കെമിക്കൽ സ്റ്റെബിലിറ്റിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അല്ല അതേപോലെ തന്നെ ഓയിൽ ഷുഡ് ആൾസോ റെസിസ്റ്റ് കാർബൺ ഫോർമേഷൻ വിച്ച് ക്യാൻ ഇമ്പയർ എഞ്ചിൻ എഫിഷ്യൻസി. നമ്മൾ ഈ കാർബണിൻ്റെ കാര്യങ്ങളൊക്കെ എന്തുണ്ടായിരിക്കും, അതിൽ അടിഞ്ഞു കിടക്കുന്ന കാർബണൊക്കെ ഉണ്ടായിരിക്കും സിലിണ്ടർ വാൾസിൻ്റെ അടിയിലൊക്കെ ആയിട്ട്. ഇതൊന്നും ഇതിനായിട്ടൊന്നും കണക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതിനായിട്ടൊന്നും കൊളാബ് ചെയ്തുകൊണ്ട് ഇതെന്താകരുത്, വേറൊരു മെറ്റീരിയൽ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഫോം ചെയ്യുകയോ ഒന്നും ചെയ്യരുത്. അങ്ങനെ കണ്ടെന്നുണ്ടെങ്കിൽ എന്തായിട്ട് മാറും, അവിടെ മറ്റുള്ള അതിലുള്ള കമ്പോണൻസ് ഓരോന്നായിട്ട് ഫെയിൽ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദെൻ നെക്സ്റ്റ് അടുത്തതെന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് റെസിസ്റ്റൻറ്റ് അഗെയിൻസ്റ്റ് കൊറോഷൻ. അല്ലേ, റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് കൊറോഷൻ ഉണ്ടാകരുത്. കാരണം ഇതിൽ ഈ ഒരു ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ എന്ന് ചിന്തിച്ചാൽ മതി. നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ മേ ബി ഉണ്ടാവും, നമ്മൾ വെക്കുന്ന കണ്ടെയ്നർ അല്ലെങ്കിൽ റിസർവോയർ എന്ന പ്ലാസ്റ്റിക് ആയിരിക്കാം അല്ലെങ്കിൽ മെറ്റലായിരിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ എഞ്ചിൻ ഓയിൽ മാത്രമല്ല കേട്ടോ പറയുന്നത്, നമ്മൾ ബ്രേക്ക് ഓയിൽ ആണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള ഓയിലുകളൊക്കെ ഉണ്ടല്ലോ, ഫ്ലൂയിഡുകളൊക്കെ എന്തായിരുന്നു ഈ ഒരു കണ്ടെയ്നേഴ്സിൽ വെക്കാറുണ്ട്. സോ അതിൽ നിന്ന് അത് റബ്ബർ പൈപ്പിലൂടെ പോകുന്നുണ്ടാവും, മെറ്റൽ പൈപ്പിലൂടെ പോകുന്നുണ്ടാവും, ഇരുമ്പുമായിട്ട് കോൺടാക്റ്റിൽ വരുന്നുണ്ടായിരിക്കും, റബ്ബറായിട്ട് കോൺടാക്റ്റിൽ വരുന്നുണ്ടായിരിക്കും, അലുമിനിയമായിട്ട് കോൺടാക്റ്റിൽ വരുന്നുണ്ടായിരിക്കും. സോ ഏത് സാധനത്തിനായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്തും അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ കൊറോഷൻ ഉണ്ടാകാൻ പാടില്ല. ഈ ഓയിൽ ചെന്നിട്ട് അതിനായിട്ട് തട്ടുന്ന സമയത്ത് ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഓയിൽ ഷുഡ് നോട്ട് കോസ് കൊറോഷൻ ഇൻ എഞ്ചിൻ പാർട്സ് സച്ച് ആസ് പൈപ്പ് ലൈൻസ്, ക്രാങ്ക് കേസസ് ആൻഡ് അതർ മെറ്റൽ കമ്പോണൻസ് ഇൻ ഇറ്റ് കോൺടാക്ട്സ്, എൻഷുറിങ് ദ ലോങ്വിറ്റി ആൻഡ് റിലയബിലിറ്റി ഓഫ് ദി എഞ്ചിൻ. അല്ലേ, ഇത് എഞ്ചിൻ പൈപ്പ് ലൈൻസിൽ അല്ലെങ്കിൽ ക്രാങ്ക് കേസിൽ അതർ മെറ്റൽ കമ്പോണൻസിലൊന്നും കണക്ട് ചെയ്യുന്ന സമയത്തൊന്നും എന്തുണ്ടാകാൻ പാടില്ല, അവിടെ കോണ്ടാക്ട് ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ കൊറോഡ് ചെയ്യുന്നൊരവസ്ഥ, കൊറോഷൻ ഉണ്ടാവുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർ പോയിന്റും ഫ്ലാഷ് പോയിന്റും. നമുക്ക് നമ്മൾ നോർമലി ഒരു ഓയിലിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഫ്യൂവലിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ച രണ്ട് കാര്യങ്ങളാണ് പോർ പോയിന്റും അതേപോലെ തന്നെ ഫ്ലാഷ് പോയിന്റും. പോർ പോയിന്റ് പറയാറുണ്ട്, ഫ്ലാഷ് പോയിന്റ് പറയാറുണ്ട്, ഇഗ്നീഷൻ ടെമ്പറേച്ചർ, സെൽഫ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ ഒക്കെ പറയാറുണ്ട് അല്ലേ. സോ പോർ പോയിന്റ് എന്താണെന്ന് നോക്കാം. ദ പോർ പോയിന്റ് ഈസ് ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഓയിൽ ക്യാൻ ഫ്ലോ. ദ ഓയിൽ മസ്റ്റ് ഹാവ് എ പോർ പോയിന്റ് ലോവർ ദാൻ ദി കോൾഡസ്റ്റ് ടെമ്പറേച്ചർ ദ എഞ്ചിൻ വിൽ എൻകൗണ്ടർ ടു എൻഷുർ പ്രോപ്പർ ലൂബ്രിക്കേഷൻ. എന്താണ് പോർ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ വിച്ച് ദ ഓയിൽ ക്യാൻ ഫ്ലോ. നമ്മൾ ആ ഓയിൽ ഫ്ലോ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ടെമ്പറേച്ചറാണ്. നമുക്കൊരു വാഹനത്തിൻ്റെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ, നമ്മളൊരു എഞ്ചിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ഈ എഞ്ചിൻ എന്ന് പറയുന്ന സമയത്ത് എല്ലാ സമയത്തും ഒരേ ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യുന്നതല്ല. നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ചൂട് കാലത്ത് ഉപയോഗിക്കേണ്ടി വരും, തണുത്ത കാലങ്ങളിൽ ഉപയോഗിക്കേണ്ടി വരും അല്ലേ. നമുക്ക് സീസൺ അനുസരിച്ച് എന്ത് ചെയ്യും, നമ്മളെ ക്ലൈമറ്റ് ചേഞ്ച് വരുന്നുണ്ട്. ഈ നമ്മളുടെ ഒരു ഇന്ത്യനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ തന്നെ ഇന്ത്യയുടെ ഓരോ സംസ്ഥാനത്തും ഓരോ മേഖലയിലോട്ട് നമ്മൾ റീജിയനിലോട്ട് ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒക്കെ ടെമ്പറേച്ചറിൽ സീസൺ ക്ലൈമറ്റ് ഒക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. നമ്മുടെ കേരളത്തിലെ ടെമ്പറേച്ചർ ആയിരിക്കില്ല ഒരിക്കലും മണാലി പോകുന്ന സമയത്ത്. അവിടെ കുറച്ചുകൂടി എന്താണ് സ്നോവും കാര്യങ്ങളൊക്കെ അല്ല, തണുപ്പ് ഏരിയ ഉള്ള സ്ഥലങ്ങളല്ലേ, -°C പോകുന്ന ഏരിയയാണ്. സോ അവിടെ എത്തുന്ന സമയത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വാഹനം ഉപയോഗിക്കുന്ന ഏത് കണ്ടീഷനിൽ വാഹനം ഉപയോഗിക്കുന്ന സമയത്തും അതിൻ്റെ ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം ആണ്. അപ്പോൾ ആ ലോവസ്റ്റ് ടെമ്പറേച്ചർ ഓയിൽ ക്യാൻ ഫ്ലോ. The oil must have a pour point lower than the coldest temperature of engine will encounter. എഞ്ചിന് കിട്ടുന്ന ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചർ, ഏറ്റവും കോൾഡസ്റ്റ് ടെമ്പറേച്ചർ ഉണ്ടായിരിക്കുമല്ലോ, തണുപ്പുള്ള ടെമ്പറേച്ചർ, ആ ടെമ്പറേച്ചറിനേക്കാൾ താഴ്ത്തായിരിക്കണം അതിൻ്റെ പവർ പോയിന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അതവിടെ കട്ടിപിടിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എഞ്ചിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ പ്രോപ്പറായിട്ട് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ലൂബ്രിക്കേഷൻ നടക്കില്ല. പിന്നെ എഞ്ചിൻ സ്റ്റാർട്ടായി ചിലപ്പോൾ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താ ഉണ്ടാവും, ലൂബ്രിക്കേഷന് വേണ്ടിയിട്ട് ആ ഓയിൽ വിസ്കോസിറ്റിയിലെ ചേഞ്ച് കാരണം മാറ്റങ്ങൾ വരാറുണ്ട്. പക്ഷേ അത് നമുക്ക് നോർമലി സ്റ്റാർട്ടിങ്ങിൻ്റെ കാര്യത്തിൽ സമയത്ത് ഭയങ്കര പ്രശ്നമായിരിക്കും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലാഷ് പോയിന്റ് ആണ്. ഫ്ലാഷ് പോയിന്റ് ഈസ് എ ടെമ്പറേച്ചർ വിച്ച് ദ ഓയിൽ വേപ്പേഴ്സ് ക്യാൻ ഇഗ്നൈറ്റ്. ഓയിൽ ഇഗ്നൈറ്റ് ആവുന്ന പോയിന്റിനെ നമ്മൾ എന്ത് പറയുന്നത്, ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഓട്ടോമാറ്റിക്കലി ഒരു തീയോ കാര്യങ്ങളോ വരുന്ന സമയം ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഓയിൽ അത് കത്താനുള്ള ഒരു ടെമ്പറേച്ചർ ഉണ്ടല്ലോ, കത്തി നിൽക്കലല്ല, കത്താനുള്ള ഒരു ടെമ്പറേച്ചർ ഉണ്ടാവും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക്കലി കത്തി നിൽക്കുന്ന പോയിന്റാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫയർ പോയിന്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഫയർ പോയിന്റ് പറഞ്ഞ ഫ്ലാഷ് പോയിന്റ് ആണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. It should be high enough to prevent the risk of flashing under typical operating conditions, but doesn't need to be excessively high beyond the necessary threshold.
നോർമലി നമുക്ക് പറയാനുള്ള തന്നെയാണ് സെയിം സംഭവം തന്നെ. അതായത് എന്താണ്, ഈ ഒരു ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസിൽ ഇങ്ങനെ ഒരു റിസ്ക്, അതായത് ഒരു ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഇത് കത്തി പിടിക്കാനോ അല്ലെങ്കിൽ ഫ്ലാഷ് ആകാനോ ഉള്ള ഒരു റിസ്ക്കോ കാര്യങ്ങളോ ഉണ്ടാകാൻ പാടില്ല അല്ലേ. ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ അങ്ങനെയുള്ളൊരു റിസ്ക് ഒഴിവാക്കുന്നത്, അത് പ്രിവെൻറ്റ് ചെയ്യുന്നതായിരിക്കണം ആ ഓയിലിൻ്റെ ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത്. അതിൻ്റെ പോയിന്റ് റിക്വയർമെൻറ്റ്സ് ആണ്. ഇങ്ങനെയുള്ള റിക്വയർമെൻറ്റ്സ് ഇനിയുണ്ട്. അത് ഒക്കെ ഉള്ളതിനെ നമ്മൾ എന്ത് പറയുന്നത്, ഈ ഒരു ലൂബ്രിക്കൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സ് ആക്കിയിട്ട് നമ്മൾ എടുക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ സ്വീകരിക്കുന്ന, ഇതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന സാധനമായിരിക്കണം നമ്മളെ ലൂബ്രിക്കൻ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്ലീൻലിനെസ് ആണ്. ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ മസ്റ്റ് റിമെയിൻ ക്ലീൻ ആൻഡ് സ്റ്റേബിൾ ടു പ്രിവെൻറ്റ് കണ്ടാമിനൻസ് ഫ്രം അക്യുമുലേറ്റിംഗ് ഇൻ ദ എഞ്ചിൻ. ഡിറ്റർജൻറ്റ് ഇൻ ദ ഓയിൽ helps remove impurities from engine parts which are either filtered out or cleared during regular oil changes. എന്താ പറഞ്ഞിട്ടുള്ളത്, ക്ലീൻനെസ്. ഓയിൽ എപ്പോഴും, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ എപ്പോഴും എന്തായിരിക്കണം, ക്ലീൻ ആയിരിക്കണം. ഇത് സ്റ്റേബിൾ ആയിരിക്കണം. എന്തിന്, നമ്മളെ എഞ്ചിൻ്റെ അകത്തുള്ള കാർബൺ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വേസ്റ്റ് പാർട്ടിക്കിൾസ്, കണ്ടാമിനൻറ്റ്സ് ഒക്കെ എഞ്ചിനുമായിട്ട് മിക്സ് ചെയ്തിട്ട് അത് മിക്സ് ആയിക്കൊണ്ട് അത് വേറൊരു രീതിയിലുള്ള ഫോം ആകുന്നതിന് അല്ലാതെ അതെന്ത് ചെയ്യണം, അത് ആ എഞ്ചിൻ ഇതെപ്പോഴും ക്ലീൻ, സ്വയം ക്ലീൻ ആകുന്ന ഒരവസ്ഥയിലുള്ള ഇതായിരിക്കണം എന്ത്, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ എന്നാണ് പറയുന്നത് കേട്ടോ. ദെൻ ഡിറ്റർജൻസ് ഇൻ ഓയിൽ ഹെൽപ്പ് ടു റിമൂവ് ഇമ്പ്യൂരിറ്റീസ് ഫ്രം എഞ്ചിൻ പാർട്സ് വിച്ച് ഈസ് എയ്തർ ഫിൽറ്റേർഡ് ഔട്ട് ആൻഡ് ക്ലിയർ ഡ്യൂറിങ് ദി ഓയിൽ ചേഞ്ചസ്. നമ്മൾ ഈ ഓയിലിൽ, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽസിൽ ഡിറ്റർജൻസ് നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. എന്താ നമ്മൾ പറയാം, അടുത്ത് നമ്മൾ പറയും. ഡിറ്റർജൻസ് ആഡ് ചെയ്യാറുണ്ട്. ഡിറ്റർജൻസ് ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എഞ്ചിൻ പാർട്സിലുള്ള ഈ കാർബൺ ഡെപ്പോസിറ്റും കണ്ടാമിനൻസും ഒക്കെ വലിച്ചെടുത്തിട്ട് അതെവിടെ എത്തണം, വലിച്ചെടുത്തിട്ട് ഓയിൽ സമ്പിലോട്ട് എത്തിക്കാൻ, അല്ലെങ്കിൽ ഓയിലിൽ നിന്ന് നമ്മൾ ഫിൽട്ടർ ചെയ്യുന്ന ഭാഗത്തോട്ട് എത്തിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് ഈ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ക്ലീൻ ആക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഒരു ക്ലീൻനെസ്സിനുള്ള കഴിവും കൂടി എന്തിനു വേണം, ഈ ഒരു ഓയിലിന് വേണം. സ്വയം ക്ലീൻ ആയിരിക്കണം, അത് സ്വയം ക്ലീൻ ആക്കാൻ കഴിയണം, അതോടൊപ്പം തന്നെ ക്ലീൻ ചെയ്യാനുള്ളൊരു കഴിവ് കൂടി വേണം എന്നുള്ളതാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് അടുത്തെന്ന് പറയുന്നത് റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് എക്സ്ട്രീം പ്രഷർ. എന്താണ്, നമ്മൾ ഈ ഓയിൽ കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ ഭയങ്കര നല്ല രീതിയിലുള്ള പ്രഷറും കാര്യങ്ങളും ഉണ്ടാകുന്ന സമയം ഉണ്ടാകാറുണ്ട് അല്ലേ. നല്ല പ്രഷർ ഉണ്ടാകാനുള്ളൊരു സംഭവം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ പ്രഷർ ഉണ്ടാകുന്ന സമയത്ത് അതിനുള്ള റെസിസ്റ്റൻസ്, അതിനെ എതിർക്കാനുള്ള ഒരു റെസിസ്റ്റൻസ്, പ്രഷറിന് എതിരെ നിൽക്കാനുള്ള റെസിസ്റ്റൻസ് സ്വന്തമായിട്ട് ഈ ഓയിലിൽ ഉണ്ടായിരിക്കണം. Engine oil must withstand high pressures, especially in bearings and valve mechanisms. Oils with better oiliness cling to a metal surface under extreme pressure, reducing friction and improving lubrication efficiency. എന്താണ് പറഞ്ഞിട്ടുള്ളത്, എഞ്ചിൻ ഓയിൽ മസ്റ്റ് ടു വിത്ത്സ്റ്റാൻഡ് ഹൈ പ്രഷേഴ്സ്. ഹൈ പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി അതിനുണ്ടായിരിക്കണം അല്ലേ. അത് ഏതൊക്കെ സ്ഥലങ്ങളിൽ, അപ്പോൾ ബിയറിങ്സിൻ്റെ കേസിൽ പറയുന്നുണ്ട്, വാൾസിൻ്റെ കേസിൽ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഹൈ പ്രഷറിലാണ് വർക്ക് ചെയ്യുന്നത്, അവിടെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം എന്നാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ എന്താ, ലൂബ്രിക്കൻസ് ആണ്. എന്താ ലൂബ്രിക്കൻസ്, ലൂബ്രിക്കൻസിൻ്റെ റിക്വയർമെൻറ്റ്സ് ആണ്. എന്താ റിക്വയർമെൻറ്റ്സ്, ആ ലൂബ്രിക്കൻസിന് വേണ്ട ഗുണങ്ങളാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ജസ്റ്റ് നമുക്ക് ഒരു തവണ കൂടി ഒന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, വിസ്കോസിറ്റി ആണ് അല്ലേ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് വിസ്കോസിറ്റി ആണ്. വിസ്കോസിറ്റി എന്താ, ഒരു ഓയിലിനെ ഫ്ലോനെ റെസിസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ. അതിന് കൂടെ തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിസ്കോസിറ്റി ഇൻഡെക്സ് ആണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ സ്റ്റെബിലിറ്റി, അതായത് ടെമ്പറേച്ചർ കൂടും കുറയുകയൊക്കെ ചെയ്താലും അതിനെന്താണ്, ഫിസിക്കലി അത് സ്റ്റേബിൾ ആയിരിക്കണം. ദെൻ കെമിക്കൽ സ്റ്റെബിലിറ്റി, ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് അതിന് കെമിക്കൽ ബ്രേക്ക് ഡൗണോ കാര്യങ്ങളോ ഉണ്ടാകാൻ പാടില്ല. ടെമ്പറേച്ചർ കൂടുമ്പോഴോ കുറയുമ്പോഴോ കെമിക്കൽ ബ്രേക്ക് ഡൗൺ ഒന്നും ഉണ്ടാകാൻ പാടില്ല. മറ്റതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഓക്സൈഡ്സ് ഒന്നും ഫോം ചെയ്യാനും പാടില്ല. ദെൻ കൊറോഷനെതിരെയുള്ള റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. അതിൻ്റെ പോർ പോയിന്റ് പറയുന്നുണ്ട്, ഫ്ലാഷ് പോയിന്റ് പറയുന്നുണ്ട്, ക്ലീൻനെസ് പറയുന്നുണ്ട്, റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് എക്സ്ട്രീം പ്രഷർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ഒരു ലൂബ്രിക്കൻറ്റിന് വേണ്ട മെയിൻ ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ.